എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ രാജസ്ഥാൻ ട്രിപ്പ് പോയ സമയത്ത് നമ്മുടെ അടുത്ത് കുറേയേറെ കൂട്ടുകാർ ചോദിച്ചിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് പോയിട്ട് വന്നത്, എത്ര രൂപ ചിലവായി എന്നൊക്കെ. അതുപോലെ തന്നെ ബൈക്ക് റെൻറ്റിന് എടുക്കുന്ന കാര്യങ്ങൾ അവിടെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിരുന്നു. ആ സമയത്ത് നമുക്ക് അന്നേരം റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മളന്ന് പറഞ്ഞിരുന്നു നമ്മൾ മറ്റൊരു വീഡിയോ ആയി അത് ചെയ്യുമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ കണ്ടറിഞ്ഞ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉള്ള എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ. ഇത് പൂർണ്ണമായും ഒരു എല്ലാം ഉൾക്കൊള്ളുന്ന വീഡിയോ എന്നൊന്നും നമുക്ക് പറയാൻ അറിയില്ല. കാര്യം ഞങ്ങൾ അനുഭവിച്ചത് മാത്രം, ഞങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രമാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്. ഇതിലേക്കാട്ടിലും നല്ലപോലെ പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. അപ്പം ഞങ്ങളുടെ കുറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ കുറഞ്ഞ തുകയ്ക്ക് കിട്ടിയ സമയത്ത് ഞങ്ങൾ മാക്സിമം കാണാൻ പോയി കണ്ടതൊക്കെ കണ്ടിട്ട് വന്നതിൻ്റെ ഒരു കഥയും, അതുപോലെ തന്നെ അതിൽ ഇനിയും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതുകൊണ്ട് ഈ വീഡിയോയിലൂടെ ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ നമ്മൾ പോയത് ആദ്യമേ പറഞ്ഞു ചിലവ് ചുരുക്കിയാണ്. അതുപോലെ തന്നെ നമുക്ക് ദിവസങ്ങൾ കുറവായിരുന്നു. ഞങ്ങളൊരു 5-6 ദിവസമൊക്കെ ഞങ്ങളവിടെ നിന്നുള്ളൂ. ശരിക്കും ഇവിടുന്ന് എറണാകുളത്ത് നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. എറണാകുളത്ത് നിന്ന് യാത്ര ആരംഭിച്ച് ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ്സിൽ ഞങ്ങൾ ആദ്യം ഇറങ്ങിയത് ജോധ്പൂരാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ രാജസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. അത് കണ്ടു തീർക്കുക എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് വാഹനമൊക്കെ ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഓടിയെടുത്ത് പോയി കാണാൻ പറ്റും. പക്ഷേ അല്ലെങ്കിൽ നമ്മൾ ട്രെയിനെ അല്ലെങ്കിൽ പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്നതേ നമുക്ക് രക്ഷയുള്ളൂ. അതിൽ തന്നെ പൊതുഗതാഗതം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ട് ബസ്സുകളെ കാര്യങ്ങളൊന്നും ഉൾഗ്രാമങ്ങളിലേക്ക് കുറവാണ്. അവിടെ ഈ ചെറിയ വാനുകളിലും ഒക്കെ മുകളിലൊക്കെ കയറിയിരുന്നാണ് ആൾക്കാർ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോയത് ശരിക്കും ട്രെയിന് പോയിട്ട് കണക്ട് ചെയ്ത് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് ട്രെയിന് പോയിട്ട് അത് ഏത് സമയത്ത് ഇന്ന് കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ കിട്ടും, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താണ് ഞങ്ങൾ യാത്ര പോയിട്ട് വന്നത്. എന്നിട്ട് ആദ്യത്തെ ദിവസം ഞങ്ങൾ എറണാകുളത്തു നിന്ന് യാത്ര ആരംഭിച്ച ആദ്യത്തെ ദിവസം ഞങ്ങൾ ചെല്ലുന്നത് ജോധ്പൂരാണ്. ഞങ്ങളുടെ രാജസ്ഥാനിലെ ഒരു നഗരം അല്ലെങ്കിൽ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, രാജസ്ഥാൻ വഴി കടന്നു പോയിട്ട് ട്രെയിനിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായി ചെല്ലുന്ന സ്ഥലം ജോധ്പൂരാണ്. ജോധ്പൂർ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ചെല്ലുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ജോധ്പൂർ ഞങ്ങൾ പോയ ട്രെയിൻ ഗംഗാനഗർ എക്സ്പ്രസ് ആണ്. അപ്പോൾ അത് പിന്നെയും പോകുന്നുണ്ട് രാജസ്ഥാനിലേക്ക്. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയിട്ട് ജോധ്പൂർ ഇറങ്ങി. ജോധ്പൂരിൽ നിന്ന് ജയ്സൽമീർ പോകും. ജയ്സൽമീരിൽ നേരെ നമ്മൾ ദേശ്നോക്ക് പോകും. പിന്നെ ജയ്പൂർ പോകും. ജയ്പൂരിൽ നിന്ന് അജ്മീർ, ചിറ്റോർഗ്, ഉദയ്പൂർ, അഹമ്മദാബാദ്, ഇങ്ങനെ ഒരു റൗണ്ട് പോലെ കറങ്ങി വരാവുന്ന രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ ജോധ്പൂർ ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. റിട്ടയറിംഗ് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ജോധ്പൂർ. ഞങ്ങൾ കൂടുതലും അങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത്. റൂമിൽ ചെല്ലുന്നതിന് മുമ്പ് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിൽ ബാഗൊക്കെ വെച്ചു. എന്നിട്ട് ഞങ്ങൾ ജോധ്പൂർ നഗരം വൈകിട്ട് വെറുതെ ഒന്ന് കറങ്ങി അടിച്ചൊക്കെ നടന്ന് അവിടുത്തെ മാർക്കറ്റ് കാര്യങ്ങൾ, അതിലെ ഖണ്ഡാഗർ ക്ലോക്ക് ടവർ, ജോധ്പൂർ ക്ലോക്ക് ടവർ, അവിടെ നിന്നുള്ള ജോധ്പൂർ കോട്ടയുടെ കാഴ്ച, അതൊക്കെ ഞങ്ങൾ കണ്ടു. ശരിക്കും നല്ലൊരു അനുഭവമായിരുന്നു. വൈകിട്ട് നമ്മൾ ഫ്രഷായിട്ട് ചെന്ന് ഇറങ്ങുകയാണ്. ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല. രാജസ്ഥാനിലെ തണുപ്പ് എന്താണെന്നൊന്നും അറിയില്ല, ചൂട് ഏത് രീതിയിലാണ് വരുന്നതെന്ന് അറിയില്ല, ഒന്നും അറിയാതെ ഇറങ്ങുവാണ്. ഖണ്ഡാഗർ ക്ലോക്ക് ടവർ, അതുപോലെ തന്നെ ജോധ്പൂർ കോട്ട എല്ലാം നടന്ന് കണ്ട് നൈറ്റ് തിരിച്ച് റൂമിൽ വന്നു. റൂമെന്ന് പറഞ്ഞാൽ റിട്ടയറിംഗ് റൂമിൽ വന്നു. അവിടെ കിടന്നിട്ട് രാവിലെ വീണ്ടും ഇറങ്ങി ഒറ്റ നടത്തുമായിരുന്നു. ഫുള്ള് അവിടെയൊക്കെ കറങ്ങി അടിച്ച് വീണ്ടും കണ്ടു. പോയ വഴിയിൽ കൂടെ വീണ്ടും പോയി കുറേ പഴയ ക്ഷേത്രങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പടിക്കിണറുകൾ കണ്ടു. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ അവിടെ നിന്നൊരു നടത്തമായിരുന്നു. നേരെ ആ ഒരു എനർജിയുടെ പുറത്ത് നേരെ ജോധ്പൂർ കോട്ട വരെ നടന്നു. ആ വെയിലും കൊണ്ട് ഇപ്പോൾ ഉച്ചയ്ക്കായി. ജോധ്പൂർ കോട്ട ചെന്ന് കോട്ട ഫുള്ള് കറങ്ങി കണ്ട് അവിടെ നിന്ന് പിന്നെ നടന്നപ്പോൾ ഓട്ടക്കാരെ നമ്മളെ പൊതിയുന്നുണ്ട്. ഇവന്മാരെന്തോടെ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ വെറുതെ നടന്ന് നേരെ താഴോട്ട് വന്ന് കുറേ നടന്ന് ഓട്ടക്കാരെ വിടുന്നുണ്ട്. ഓട്ടക്കാരെ വേണ്ടാന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട്. അവരാദ്യം 100 രൂപ ചോദിക്കും, പിന്നെ 50 രൂപ ചോദിക്കും, പിന്നെ 20 രൂപ ആക്കും. ഒന്നിനും കൈ കൊടുത്തില്ല. നടന്ന് നേരെ ജസ്വന്താട വന്നു. ജസ്വന്താടയിലെ കുറച്ച് കാഴ്ചകൾ കണ്ടു. അങ്ങനെ എന്താണ് പറയേണ്ടത്, നമ്മൾ പറയുകയാണെങ്കിൽ ഇടയ്ക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. അപ്പം അങ്ങനെ കുറേയേറെ കാഴ്ചകളൊക്കെ കണ്ട് വൈകിട്ട് നമ്മൾ ജോധ്പൂർ വന്നു. ജോധ്പൂരിൽ നിന്ന് നമ്മൾ നൈറ്റ് ട്രെയിന് പോകുന്നത് ജയ്സാൽമീറിലേക്കാണ്. അപ്പോൾ ജയ്സാൽമീർ പോകുന്ന ട്രെയിനൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ബുക്കിങ്ങിൻ്റെ വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ പറയുന്ന റൂമും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ആ ട്രെയിൻ കയറി ജയ്സൽമീർ ഇറങ്ങി. അപ്പം നൈറ്റ് നമ്മൾ റൂം എടുക്കുന്ന കാര്യം ലാഭിച്ചു. നൈറ്റ് ട്രെയിൻ കയറി രാവിലെ ജയ്സൽമീർ ചെല്ലും.
വ്യാപിച്ചു. ജോധ്പൂരിൽ നിന്ന് ജയ്സാൽമീർ പോയി വെളുപ്പിനെ നേരം വെളുക്കുമ്പം ജയ്സാൽമീരിലേക്ക് ചെന്ന് ഇറങ്ങുകയാണ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ നോർത്തിലെ തണുപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. രാജസ്ഥാനിലെ തണുപ്പ് എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞത് ശരിക്കും ജയ്സാൽമീർ ചെന്ന് കഴിഞ്ഞപ്പോഴാണ്. വിറയ്ക്കുവാണ്, രണ്ടുപേരും നിന്ന് വിറയ്ക്കുകയാണ്, താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏതെങ്കിലും ഒരു സെക്കൻഡ് ക്ലാസ് റൂമൊക്കെ വെയിറ്റിംഗ് റൂമിലും എല്ലാം കയറി കുറച്ച് നേരം ഇരിക്കാം, ടോയ്ലറ്റൊക്കെ പോകാൻ പോയിട്ടൊന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇറങ്ങാം എന്നൊക്കെ വെച്ചിരുന്നു. പക്ഷെ സംഭവിച്ച കാര്യം റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണം നടക്കണം. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അവിടെ. ബാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഏതാണ്ട് മിക്ക സ്റ്റേഷനുകളുടെയും പ്രവർത്തനം ഇപ്പം പുനർനിർമ്മാണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോയ എറണാകുളത്തു നിന്നാണ് പോയത്. നോർത്ത് സ്റ്റേഷനും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, തിരുവല്ല സ്റ്റേഷൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ജയ്സാൽമീർ പണി നടന്നുകൊണ്ടിരിക്കുക. അത് ഞങ്ങൾ ജയ്പൂരിൽ ചെന്നു, ചിറ്റോർക്കിന്ന് എല്ലാ ദേശനോക്കിന്ന് അവിടെ എല്ലായിടത്തും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളുടെയൊക്കെ നവീകരണ പ്രവർത്തനങ്ങൾ ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പോട്ടെ, ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ജയ്സാൽമീർ ചെന്ന് കഴിഞ്ഞിട്ട് റൂമും കാര്യങ്ങളൊന്നും ഇല്ല. പണി പാളിയെന്ന് പിടി കിട്ടി. ക്ലോക്ക് റൂമിൽ എല്ലാം വെച്ചിട്ട് ബാഗ് വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞായിരുന്നു. അവിടെ ചെറിയൊരു നമ്മളിവിടെ തട്ടുകട പോലെ, തട്ടുകടയല്ല, ചെറിയൊരു ഹാളിൻ്റെ അകത്ത് ടിക്കറ്റ് കൗണ്ടറും എല്ലാ കാര്യങ്ങളും വെയിറ്റിംഗ് എന്നുള്ള സാധനമൊക്കെ ഉണ്ട്. പക്ഷേ അത്ര പോരാ. അവിടെ നിന്ന് ഞങ്ങൾ നടന്നു. ഓട്ടോക്കാരികളെ പൊതിഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞങ്ങളെ മൈൻഡ് ചെയ്തില്ല. പരിചയമുള്ള സ്ഥലം പോലെ ഞങ്ങൾ നടന്ന് നേരെ അത് നടന്നു. രാവിലെ തന്നെ ഒരു നടപ്പൊക്കെ നടന്ന് ചെറുന്ന് ചൂടൊക്കെ ആക്കി, തണുപ്പാണല്ലോ. നേരെ പോയത് ഗഡീസർ ലേക്കിലേക്കാണ്. ഈ ഗഡീസർ ലേക്കിൻ്റെ പരിസരത്ത് ഞങ്ങൾ എത്ര നേരെ വീഴുന്നത് എന്നൊക്കെ അറിയില്ല. തണുപ്പത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, പോകാനൊന്നും വയ്യ. വെയിൽ വരുമ്പോഴത്തേക്ക് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കുറേ നേരം അവിടെ ചിലവഴിച്ചു. നല്ലൊരു ഫീലായിരുന്നു. രാവിലെ കുറേ ആൾക്കാർ യോഗ ചെയ്യാനും നടക്കാനും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഒരു ശാന്തസുന്ദരമായൊരു അന്തരീക്ഷമായിരുന്നു. മാലിന്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വിദേശികളോ ഒക്കെ കാണാൻ വരുന്നുണ്ട്. അവിടെ നിന്ന് നേരെ പിന്നെ ഞങ്ങളുടെ പ്ലാൻ എങ്ങനെയും ബൈക്ക് എടുക്കുക എന്നുള്ളതായിരുന്നു. കാരണം ചെറിയ ഈ പറയുന്ന കൂട്ട് ഈ കുൾധാര ഇല്ലെങ്കിൽ പറയുന്ന നമുക്ക് കുറിയിലേക്ക് പോകണം, ഇവിടെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ബസ് ലഭിക്കും. പക്ഷേ ഈ ബസ് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഉള്ള മുകളിലൊക്കെ കയറി ഇരുന്ന് പോകണം, തിരക്കൊക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ സമയത്ത് ബസ് കിട്ടണം ഒന്നില്ല, ഏത് സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് നമുക്കറിയില്ല, ഭാഷ അറിയില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ എന്ത് പറ്റിയാലും ബൈക്ക് തന്നെ എടുക്കാം. അല്പം പൈസ ചിലവായാലും ജയ്സാൽമീർ നമുക്ക് ഉൾപ്രദേശങ്ങൾ ഇപ്പോൾ ലോങ്ങേവാല, ബോർഡർ, തനോട്ട്മാത, ഈ കുൾധാരയൊക്കെ പോകണമെങ്കിൽ ബൈക്കാണെങ്കിൽ നമ്മുടെ സമയത്ത് നമുക്ക് പോയിട്ട് വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് നമ്മുടെ ഒരു ഓട്ടോ വിളിച്ചിട്ട് ജയ്സാൽമീർ ഫോർട്ടിനടുത്തേക്ക് പോവുകയാണ്. ജയ്സാൽമീർ ഫോർട്ടിനടുത്ത് പോകാൻ പറ്റിയ കാര്യം, ജയ്സാൽമീർ ഫോർട്ടിനടുത്താണ് ഏറ്റവും കൂടുതൽ ബൈക്ക് റെൻ്റ്, കാർ റെൻ്റ് ഒക്കെ ഉള്ള സ്ഥാപനങ്ങളുള്ളത്. അവിടേക്ക് ചെന്ന് അവിടെ നിന്ന് ഇപ്പോൾ ഇവർ നമുക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് തന്നെ ശരിക്കും പറ്റിക്കും. ഒരു 500 രൂപയുടെ ബൈക്ക് നമുക്ക് തരുന്നത് 800-850 രൂപയായിരിക്കും. ബാർഗെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റും. ഞങ്ങൾ ബാർഗെയിൻ ചെയ്യാൻ പോയിട്ട് ബൈക്ക് വേണമെന്ന് പറയാൻ പോലും ഞങ്ങൾക്ക് നിലവേ അറിയില്ല. അതുകൊണ്ട് ആ ട്രാഫിക് ഞങ്ങൾ വീണു. ശരിക്കും ഒരു 600-700 രൂപ വരേണ്ട സ്ഥലത്ത് ഞങ്ങൾ 800 രൂപ കൊടുത്തു എന്നേ തോന്നും. 800 രൂപയ്ക്ക് ഞങ്ങൾ ബൈക്ക് എടുത്തു. എന്തായാലും വണ്ടി എടുത്തു. അവിടെ നിന്ന് ഞങ്ങൾക്ക് പോകേണ്ട റൂട്ടൊക്കെ അവർ തന്നെ പറഞ്ഞു തന്നു. ഇതിലാവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞ് ബൈക്ക് എടുത്തു. നേരെ കുൾധാരയിലേക്കാണ് പോകുന്നത്. കുൾധാര എന്നത് പണ്ട് തൊട്ട് നമ്മുടെ മനസ്സിൽ കേട്ട് പതിഞ്ഞ ഒരു സ്ഥലമാണ്. അത് നമ്മൾ ഈ സഞ്ചാരം സിനിമയിലൊക്കെ STK പറയുന്ന പോലെ കുൾധാര എന്ന പ്രേത ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നൊക്കെയുള്ളത് കേട്ട്, അല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബിലുള്ള ഒരുപാട് പ്രേത വീഡിയോസൊക്കെ ഭീകരമായിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ കുൾധാരയിലേക്ക് പോകുന്നത്. അപ്പോൾ കുൾധാര പണ്ടുപോലെ നമ്മുടെ മനസ്സിലുള്ളൊരു സ്ഥലമാണ്. ഏഷ്യയിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹോണ്ടഡ് ലിസ്റ്റുകളിൽ പെടുന്ന ഒരു ഗ്രാമമാണ് കുൾധാര. കുൾധാരയിലേക്ക് ഞങ്ങൾ ബൈക്ക് എടുത്ത് പോവുകയാണ്. കുറേ ദൂരം പോകുന്നു. വെയിലൊക്കെ ഉണ്ടായിരുന്നു. വഴികളൊക്കെ നോക്കി പോകുന്ന വഴിക്ക് ഒരുപാട് ട്രാക്ടറുകളൊക്കെ പോകുന്നുണ്ട്. ഈ ട്രാക്ടറുകളൊക്കെ നമുക്കറിയാം, അവർ ഈ പറയുന്ന നമ്മുടെ പണ്ട് ഓട്ടോയിലൊക്കെ പണ്ട് ബാസ് ട്യൂബ് ബോക്സ് വെക്കുന്നില്ല. അപ്പോൾ ട്രാക്ടറിൻ്റെ ബൈക്കിലെ 2 വലിയ ടയറുകൾക്ക് മുകളിലും ബോക്സ് വെച്ചിട്ട് ഉറക്കെ പാട്ടിട്ട് ലൈറ്റൊക്കെ ഇട്ടാണ് അവർ പോകുന്നത്. അത് നല്ലൊരു കാഴ്ചയായിരുന്നു. കുറേ നേരം ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു മെയിൻ റോഡിൽ നിന്ന്, NH നിന്ന് ഒരു മെയിൻ റോഡിൽ നിന്ന് മാറി ഒരു ചെറിയ റോഡിൽ കൂടി, ഒരു വണ്ടിക്ക് പോകാവുന്ന ചെറിയ ടാറിട്ട പൊടിയൊക്കെ ഉള്ള റോഡിൽ കൂടിയാണ് ഈ കുൾധാരയിലേക്ക് പോകുന്ന വഴി തന്നെ ഒരു മനുഷ്യനില്ല കേട്ടോ. ഒരാവശ്യം വന്നു കഴിഞ്ഞു കുൾധാര ചെന്ന് കുൾധാര കാണുന്നു. കുൾധാര കണ്ടത് ഞങ്ങൾക്ക് വല്ലാത്തൊരു ഫീലാണ്. കാര്യം ഒറ്റ രാത്രി കൊണ്ട് ഒഴിഞ്ഞു പോയ ഒരു പ്രേത നഗരത്തിലാണ്, അന്നത്തെ നഗരം, അതായത് ഇന്നിപ്പോൾ ഗ്രാമം എന്ന് പറയാം, അന്ന് വളരെ പ്ലാൻഡ് ആയിട്ടുണ്ടാക്കിയ നഗരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കുൾധാരയിലെ കാഴ്ചകളൊക്കെ കണ്ടു. കുൾധാരയിലെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. ഒറ്റ ദിവസം കൊണ്ട് ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു പോയ ഗ്രാമമാണ് കുൾധാര. ഇന്നും വൈകുന്നേരമായി കഴിഞ്ഞാൽ അവിടെ ആരെ നിൽക്കാനോ കയറാനോ നമ്മളെ സമ്മതിക്കത്തില്ല.
അത്ര ഒരു മിസ്റ്റീരിയസ് പ്ലേസ് ആണ്. ഇപ്പം അത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. സർക്കാർ തന്നെ ഇപ്പം ടൂറിസ്റ്റ് വളത്തിൻ്റെ ഭാഗമായിട്ട്, ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആരെയും അങ്ങോട്ട് വൈകിട്ട് നൈറ്റ് സ്റ്റേ ചെയ്യാനോ ഒന്നും ഈ കുൾജാരയിൽ അനുവദിക്കില്ല. അതുപോലെ നിരവധി സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. നമ്മുടെ പണ്ടുപോയ ഞാൻ മധുര വീഡിയോ ചെയ്ത സമയത്ത് വൃന്ദാവനത്തിലുള്ള നിധിവനം ചെയ്തു. നിധിവനത്തിലും വൈകിട്ട് 6:30-7 മണി കഴിഞ്ഞിട്ട് ആർക്കും പ്രവേശനമില്ല. അത് സർക്കാർ തന്നെ ബാൻ ചെയ്തേക്കുന്നതാണ്. കുൾജാരയിലെ ഈ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്, കൊച്ചു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു പോയ കുൾജാര ഗ്രാമം കണ്ടു. ആൾക്കാർ ശപിച്ചിട്ട് പോയ, അതായത് ഇനി ഇവിടെ ആര് വന്നു കഴിഞ്ഞാലും അവർ രക്ഷപ്പെടില്ല, അല്ലെങ്കിൽ മരിക്കും, ദുർമരണങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ശപിച്ചിട്ട് പോയ കുൾജാര ഗ്രാമം കണ്ട് നേരെ പിന്നെ പോകുന്നത് നമ്മൾ ഈ പറയുന്ന രാജസ്ഥാൻ മരുഭൂമിയിലെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ടെൻറ്റ് സ്റ്റേ, രാജസ്ഥാൻ മരുഭൂമിയിൽ ഒരു ദിവസത്തെ ഉറക്കം, പാകിസ്ഥാൻ ബോർഡറൊക്കെ. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തു. എല്ലാവരും സാം ഡെസേർട്ടിൽ, നമ്മുടെ സാം ഡെസേർട്ടിലൊക്കെയാണ് പോകുന്നത്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരും, ഒരുപാട് ആൾക്കാർ വരും. ഇവിടെ പാട്ട്, മേളം, അവരുടെ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ടെൻറ്റുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫീൽ കിട്ടില്ല. നമുക്കൊരു സൈലൻ്റ് ഏരിയയിൽ കുറച്ച് ദൂരം നമുക്ക് കുറച്ച് സമയം ചിലവഴിക്കുക, റിലാക്സ് ആയിട്ട് ചെയ്യുക. അതിന് പറ്റിയ സ്ഥലം എപ്പോഴും ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിലേക്ക് പോകാതെ, ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലങ്ങൾ, ഗ്രാമപ്രദേശങ്ങളിൽ ആരെങ്കിലും പരിചയപ്പെട്ടിട്ട് അവരുടെ വീട്ടിലോ അവരോട് ചേർന്ന് അവരുടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് താമസിക്കാൻ പറ്റുക, അവർ ടെൻറ്റ് സൗകര്യം ഒരുക്കി തരുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഒരു ഫീല് തരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറിയിൽ ചെല്ലുന്നു. അപ്പം ഈ കുറിയിൽ എന്ന് പറഞ്ഞാൽ പിന്നെയും ലോങ് ഓടണം. നമ്മൾ ഈ പറയുന്ന നമ്മുടെ കുൾജാര എന്ന് പറയുന്നത് 10-18 കിലോമീറ്ററുള്ള ജയ്സാൽമീറിൽ നിന്ന് ഉള്ളിലേക്ക് പോകണം. അതും കഴിഞ്ഞിട്ട് വീണ്ടും വേറെ റൂട്ട് പോകണം നമ്മൾ കുറിയിലേക്ക്. കുറിയിൽ ചെന്നു. ബാദൽജി എന്ന് പറയുന്ന ഒരാളായിരുന്നു അവിടെ ഉള്ളത്. ബാദൽജിയെ പരിചയപ്പെട്ട് നേരത്തെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. ഭാഷയൊന്നും അത്യാവശ്യം പ്രശ്നമില്ല, പറഞ്ഞ കൈയും കലം കാണിച്ച് നിൽക്കാൻ പുള്ളി വളരെ പുള്ളിയും അദ്ദേഹത്തിൻ്റെ ഒരു മോനുണ്ടായിരുന്നു. രണ്ടുപേരും വളരെ സപ്പോർട്ടായിരുന്നു. ഞങ്ങളെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വേറെ കുറച്ച് മലയാളികളും വന്നിട്ടുണ്ട് ഈ ബാദൽജിയുടെ അടുത്ത്. ഇങ്ങനെ അറിഞ്ഞിട്ട് ഞങ്ങളൊന്നിച്ച് ഇവിടെ നിന്ന് ഒട്ടകപ്പുറത്ത് കയറി. വൈകിട്ട് നമ്മൾ മരുഭൂമിയിലാണ് ഇനി കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഒട്ടകപ്പുറത്ത് ആദ്യമായിട്ട് കയറുകയാണ്. നമ്മൾ കാണുന്ന പോലെയല്ല, നല്ല കുലുക്കമുള്ള പരിപാടിയാണ് എന്ന് അന്നേരമാണ് നമുക്ക് മനസ്സിലായത് കേട്ടോ. ഒട്ടകപ്പുറത്ത് പോയി കുറേ നേരം പോയി. ആദ്യമൊക്കെ രസം ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീടായപ്പം അല്പം ബുദ്ധിമുട്ടായി. അപ്പം പോകുന്ന വഴിക്ക് രാജസ്ഥാൻ്റെ ഗ്രാമ ജീവിതം കുറേയൊക്കെ നമുക്ക് കാണാൻ പറ്റി. തലയിൽ കലമൊക്കെ വെച്ച് പോകുന്നത്, അതൊക്കെ ഒരു ഗ്രാമഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് മറ്റൊരു പ്രശ്നം, ഏകദേശം ഡെസേർട്ടിലേക്ക് ആയം തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇരുന്ന ആ ഒരു സംഭവത്തിൻ്റെയൊക്കെ കെട്ടം കഴിഞ്ഞു പോയി. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ ചാടിക്കോളാൻ പറഞ്ഞു. നമ്മൾ ഇത്ര ഹൈറ്റ് ഇരിക്കില്ല, നല്ല ഹൈറ്റാണ്. പറഞ്ഞു എനിക്ക് ചാടാൻ പറ്റത്തില്ല, എത്ര ഹൈറ്റാണെന്ന് പറഞ്ഞു. അത് പറ്റില്ല, ചാടി പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ തെന്നി നിങ്ങൾ താഴെ വീഴുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എടാ നമ്മൾ ഇത്രയും ദൂരം വന്ന് മരുഭൂമി വന്ന് ഒട്ടകപ്പുറത്തൊന്നും താഴെ വീണ് കയ്യകാലം ഒടിഞ്ഞു, ഇതിപ്പോൾ നാണക്കേടെന്തുകൊണ്ട്, വീഴുന്നതിൻ്റെ അല്ല. വീട്ടിൽ വിളിച്ച് പറയുമ്പോൾ ആ മരുഭൂമി വന്ന് ഒട്ടകപ്പുറത്തും താഴെ വീണ് കയ്യകാലം ഒടിഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു നാണക്കേടായിരിക്കും. അവർ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ചാടിയേ പറ്റത്തുള്ളൂ, ഒട്ടം തെറിച്ച് കഴിഞ്ഞാൽ തുള്ളി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഒറ്റ ചാട്ടം ചാടി. എന്തായാലും മരുഭൂമിയിലെ മണലൊക്കെയാണ്, താഴെ അടിച്ച് വീണു. പക്ഷേ അത് ഒന്നും പറ്റിയില്ല. ഈ മണൽ അവിടുത്തെ തരിമണലാണല്ലോ, അതുകൊണ്ട് നല്ല മെത്തപ്പുറത്ത് വീഴുന്ന പോലെ തന്നെ തോന്നി. ഒന്നും പറ്റിയില്ല, അത്യാവശ്യം ഇതിന്ന് വീണു. ഒട്ടപ്പുറത്ത് ചാടി വീഴുകയും ചെയ്തു. വീണെന്ന് വേണമെങ്കിൽ പറയാം. അനീഷ് പോയും അതുപോലെ ചാടി ഇറങ്ങി. ഞങ്ങൾ രണ്ടുപേരും മാറി. ഞങ്ങളുടെ ഒട്ടകം പിന്നെ മാറ്റി നിർത്തിയിട്ട് അവർ ഒട്ടപ്പുറത്ത്, ഞങ്ങൾ കുറച്ച് ദൂരം നടന്നും പോയി. ഒരുപക്ഷെ ഞങ്ങളത് ആഗ്രഹിച്ചിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രമാത്രം ഒട്ടപ്പുറത്തിരിക്കുന്നത് നമുക്ക് വല്ലാത്തൊരു ഇതായിപ്പോയി, പേടിയായിപ്പോയി. അവിടെ ചെന്ന് നമ്മുടെ ഡെസേർട്ടിൽ ചെന്നിട്ട്, താർ ഡെസേർട്ടിൽ ചെന്നിട്ട് നൈറ്റ് ഇവർ നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു, ഫുഡ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് അവൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു പയ്യനായിരുന്നു, അവനായിരുന്നു കാര്യങ്ങളൊക്കെ ഒരുക്കി തന്നത്. അവിടെ ക്യാമ്പ് ഫയറെല്ലാം കഴിഞ്ഞു. നൈറ്റ് കിടന്നുറങ്ങി മരുഭൂമിയിൽ ഇങ്ങനെ നിരത്തി ബെഡ് വെച്ചിട്ട് ബെഡ് വെച്ചിട്ട് അതിലാണ് കിടന്നുറങ്ങി. ആ ഒരു ഫീല് ശരിക്കും ലൈഫിൽ ഒരിക്കലും മറക്കാത്ത ഒരു ഫീലായിരുന്നു അത്. ഭയങ്കര തണുപ്പാണ്. നമുക്ക് കൈയൊക്കെ കയ്യിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ സൂചി കുത്തുന്ന പോലെ ഭയങ്കര തണുപ്പ്. ഒരു തരത്തിൽ പറ്റുന്നില്ല. ഞങ്ങൾ ആ മരുഭൂമിയിൽ ഫുഡൊക്കെ അടിച്ച് രാത്രി 11 മണി കുറച്ച് പാട്ടൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, അതുപോലെ തണുപ്പാണ്. കിടന്നു. തീയുടെയൊക്കെ ആ കനലൊക്കെ ഏകദേശം ഒടുങ്ങിയപ്പോഴത്തേക്കും നിൽക്കാൻ പറ്റുന്നില്ല. അവസാനം സ്ലീപ്പിംഗ് ബാഗിൽ കയറി കിടന്നു. മരുഭൂമിയിൽ ഇങ്ങനെ ആകാശം നോക്കി കിടക്കുകയാണ്. തണുപ്പേറും നിലത്ത് മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല വ്യൂ ആയിരുന്നു. നക്ഷത്രങ്ങൾ ഈ ഭൂമിയിൽ
ഈ ഈ യൂണിവേഴ്സിൽ എന്തുമാത്രം നക്ഷത്രങ്ങളുണ്ടോ ആ നക്ഷത്രങ്ങളെല്ലാം കാണുന്ന പോലെ അത്ര ക്ലിയർ ആയിരുന്നു. മരങ്ങളൊന്നുമില്ല, മരുഭൂമിയിൽ ഇങ്ങനെ മുകളിലേക്ക് നോക്കി കിടന്നത് മാത്രം ഓർമ്മയുണ്ട്. പെട്ടെന്നാണ് നേരം വെളുത്തത്. അപ്പോൾ കൂടെയുള്ള ശബ്ദമൊക്കെ കേൾക്കുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ നേരം വെളുത്തിരിക്കും. നേരം വെളുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:30 ഒക്കെ ആയി, 5:30 6 മണിയായി. എല്ലാവരും എണ്ണീറ്റ് സൺറൈസ് കാണാൻ പോയിരിക്കുവാണ്. ഞങ്ങളും ചാടി എണ്ണീറ്റ് പോയി സൺറൈസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചായ കൊണ്ട് തന്നു. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ആ പയ്യൻ കൊണ്ട് കട്ടൻ കൊണ്ട് തരുന്നതൊക്കെ ഓർക്കുന്നുണ്ട്. വേറെ വെള്ളം കുടിക്കാനൊന്നും കിട്ടിയില്ല. കാരണം അവർ പാത്രമൊക്കെ കഴുകുന്നത് ആ മൺതരി വെച്ചിട്ട് പാത്രത്തിൽ ഇട്ടിട്ട് ആ പാത്രമൊക്കെ കഴുകുന്നത് മൺതരി വെച്ചിട്ട് വെള്ളം ഉപയോഗിക്കുന്നേ ഇല്ല. നമ്മൾ ഇച്ചിരി വെള്ളം ചോദിച്ചാൽ പോലും അവർ തരുന്നില്ല. കട്ടനൊക്കെ കുടിച്ചു. ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായൊരു പ്രഭാതമായിരുന്നു ആ സൺറൈസൊക്കെ കണ്ട് ആ രാജസ്ഥാൻ മരുഭൂമിയിൽ ഇങ്ങനെ നിന്നത്. കുറേ നേരം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഒട്ടകപ്പുറത്ത് ബാബാജിയുടെ വീട്ടിലെത്തി. ബാബാജിയുടെ നന്ദിയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു NH നിന്നും ഇറങ്ങി നമ്മൾ ഈ കുൽഗാരെ വന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന കുറിയിൽ വന്നത്. കുറിയിൽ നിന്ന് നമുക്ക് ഇത്രയും തിരിച്ച് മറ്റേ റോഡിൽ ചെന്നിട്ട് വേണം നമുക്ക് ലോങ്ങേവാല പോകാൻ. അപ്പോൾ ലോങ്ങേവാല പോകാൻ വേണ്ടിയിട്ട് തിരിച്ച് വന്ന വഴിയിൽ കൂടെ നമ്മൾ നേരത്തെ കണ്ട കുൽഗാര പോയ വഴിയിൽ കൂടെ തന്നെ തിരിച്ച് ഒരു മനുഷ്യനില്ല, റോഡ് സ്ട്രേറ്റ് കിടക്കുകയാണ്, ഒരു മനുഷ്യനില്ല. തിരിച്ച് ഈ NH വന്നിട്ട് നമ്മുടെ രാംഘട്ട്, അതായത് നമ്മൾ ഈ ലോങ്ങേവാല പോകണം. അപ്പോൾ ലോങ്ങേവാല പോകുന്നതിൽ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു. 2 വഴിയുണ്ട്. അതായത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരാൻ തീരുമാനിച്ചു. ഈ NH നമുക്ക് സ്ട്രേറ്റ് റോഡ്, അതാണ് ഇരിക്കുന്നത് നല്ല റോഡ്. പക്ഷെ ഞങ്ങൾ ഈ റോഡിൽ കൂടെ പോയി നേരെ കറങ്ങി തിരിച്ച് അപ്പോൾ ആ ഭംഗിയൊന്ന് കാണാമെന്ന് വെച്ച് പോയാണ്. അതിലേ പോയി കുറേ ദൂരം മുന്നോട്ട് പോയി. നല്ല ലോങ് ആണ് കേട്ടോ, ഈ സ്ഥലങ്ങളൊക്കെ തമ്മിൽ നല്ല ലോങ് ആണ്, മണിക്കൂറുകളുടെ യാത്രയാണ്. പോയി കുറേ ദൂരം പോയി. ലോങ്ങേവാല എത്തുന്നതിന് മുമ്പ് ഈ റോഡെന്ന് പറഞ്ഞാൽ ഞാൻ സിനിമയിലും ഫോട്ടോസിലും കണ്ട അതേ കാഴ്ചകൾ നിങ്ങൾ നേരെ സ്ട്രേറ്റ് റോഡാണ്. വളവൊന്ന് സ്ട്രേറ്റ് അങ്ങ് 2 സൈഡിലും മരുഭൂമിയാണ്. അത് ഇങ്ങനെ അതിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഒരു നമ്മൾ കാണുന്ന വ്യൂവിന്, മരങ്ങൾക്കൊക്കെ. സ്ട്രേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യല്ല. വല്ലപ്പോഴും പോകുന്ന BSFൻ്റെ വണ്ടി പോകുന്നുണ്ട്, ചിലപ്പം ഒക്കെ 2-3 വണ്ടികളൊക്കെ പോകുന്നുണ്ട് ആ റൂട്ടിൽ. അതിങ്ങനെ വണ്ടി നമ്മൾ വളരെ സ്പീഡ്, ചെക്കിങ്ങോ കാര്യങ്ങളൊന്നും വളരെ സ്പീഡ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇടയ്ക്ക് ഈ മൺതരികൾ മൺകൂനെ കാറ്റടിച്ചിട്ട് റോഡിലേക്ക് കയറി കിടക്കും. ഇതിൽ ബൈക്ക് പോയി കയറി കഴിഞ്ഞാൽ വലിയ അപകടമാണ്. പെട്ടെന്ന് നമ്മൾ സ്ലിപ്പായി പോകും, നമ്മൾ താഴെ പോകും. വിടുന്ന സ്പീഡ് എന്ന് പറഞ്ഞത് ഞാൻ പറയും ഇത്ര സ്ട്രേറ്റ് നമുക്ക് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് റോഡ് കാണാവുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മൾ അതുപോലെ സ്പീഡിലേ പോവുകയുള്ളൂ. അപ്പോൾ ആ റോഡ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആദ്യ അനുഭവമായിരുന്നു, അത്രയും സ്ട്രേറ്റ് റോഡിൽ കൂടെ പോകുന്നത്. ഇത് കുറേ നല്ല കാഴ്ചയാണ്. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുറേ സ്ഥലങ്ങളിലൊക്കെ ഒരു ഉള്ളിലേക്ക് കയറലെന്ന ബോർഡ് വെച്ചിട്ടുണ്ട്, അനുമതി വേണമെന്ന് പറഞ്ഞു. അതൊന്നും ഞങ്ങൾ പോയില്ല. കുറച്ച് ദൂരം അതിലേ കൂടെ കുറേ ദൂരം ഓടി ലോങ്ങേവാലയിൽ. ലോങ്ങേവാല എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഇന്ത്യക്കാർക്കും ഒരു വികാരമാണ്. അതായത് ഒരു രാത്രി മുഴുവൻ വിടുന്ന വലിയൊരു പാകിസ്ഥാൻ സൈന്യത്തോട് നമ്മൾ കുറച്ച് നമ്മുടെ സൈനികർ പോരാടി നേരം വെളുക്കുന്നതും വരെ മണിക്കൂറുകൾ പിടിക്കുന്ന രാവിലെയാണ് നമ്മളുടെ എയർഫോഴ്സിന് പോലും അവിടെ എത്താനും കഴിഞ്ഞത്. അങ്ങനെ പാകിസ്ഥാനെ നമ്മൾ നിരന്തരശാക്കി കളഞ്ഞ ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. അത് ഞാൻ ചെയ്ത ലോങ്ങേവാല വീഡിയോ കാണാൻ നോക്കുമ്പോൾ നിങ്ങൾ കണ്ടാലും മനസ്സിലാവും. ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടോന്നും പറയുന്നില്ല. ആ ലോങ്ങേവാലയിൽ ചെന്നു പാകിസ്ഥാനിൻ്റെ പിടിച്ചിട്ടിരിക്കുന്ന ടാങ്കുകളൊക്കെ ഉണ്ട്, വിമാനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യുദ്ധം എങ്ങനെയാണ് നടന്നത്, നമ്മൾ ബോർഡർ സിനിമയിൽ കണ്ട അതേ കാഴ്ചകളൊക്കെ, അതൊക്കെ സംഭവങ്ങളൊക്കെ വീണ്ടും നമ്മൾ കാണുന്നു. ആ യുദ്ധഭൂമിയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾക്ക് നേരെ വേണ്ട തനോട്ട്മാത ക്ഷേത്രത്തിലേക്കാണ്. ഈ തനോട്ട്മാത ക്ഷേത്രത്തിലേക്ക് തനോട്ട്മാത ക്ഷേത്രം ഏകദേശം നമ്മുടെ ബോർഡർ, പാകിസ്ഥാൻ ബോർഡറിന് അടുത്താണ്. അപ്പോൾ അവിടെ നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പാകിസ്ഥാൻ ബോർഡറിലേക്ക് പോകാനുള്ള ടിക്കറ്റ് കിട്ടും. അപ്പോൾ അത് ചെല്ലേണ്ട സമയം 3 മണിയായിരുന്നു എന്നത് ഞങ്ങൾ പിന്നീടാണ് അറിഞ്ഞത്. ഞങ്ങൾ ബൈക്കിന് ചെന്ന് ഇവിടുന്ന് പോയി കുറച്ച് ദൂരം പോയപ്പം വണ്ടി ഭയങ്കര മിസ്സിംഗ് ആണ്. എനിക്കൊന്ന് വെയിലിൻ്റെയൊക്കെ പ്രശ്നം, ഓട്ടത്തിൻ്റെയൊക്കെ ആയിരിക്കും. വണ്ടി കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, വണ്ടി ഓവർഫ്ലോ ആയിട്ട് പ്രശ്നമായി. ഇപ്പോൾ വൈകിട്ടൊരു 5-5:30 ആയി. ആ റോഡിൽ ഞങ്ങൾ മാത്രമല്ല, ഇടയ്ക്ക് വണ്ടികൾ പാഞ്ഞാണ് പോകുന്നത്. കാറുകൾ ഒക്കെ പോകുന്നത് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. നമ്മളിന്ന് ഒരു ഗവനിക്കുന്നില്ല, അതിൻ്റെ കാര്യമില്ല. സ്ട്രേറ്റ് റോഡാണ്. നമ്മൾ കുറേ നേരം സ്റ്റാർട്ടാക്കി ഊതി കുറേ നേരം കിടങ്ങൾ വിഷമിച്ച് പോയി. അത് എന്ത് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് പെട്ടുപോയി, എങ്ങുമില്ലാത്ത സ്ഥലത്തായിപ്പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് എന്തൊക്കെയോ കാണിച്ച് ഊതുകയും പിടിക്കുകയൊക്കെ ചെയ്ത് ഓവർഫ്ലോയുടെ പ്രശ്നമൊക്കെ മാറി കുറേ കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ടായി. ഞങ്ങൾ തനോട്ട്മാത ക്ഷേത്രത്തിലെത്തി. തനോട്ട്മാത ക്ഷേത്രം എന്ന് പറയുന്നത് BSFൻ്റെ ഒരു കൺട്രോളുള്ള, BSF ആരാധന നടത്തുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് BSF ആണ് അവിടെ കാര്യങ്ങൾ നടത്തുന്നു എന്നൊക്കെ അറിയുമ്പോൾ നമ്മുടെ വിചാരം ഇവിടെ സംഭവം സ്ട്രിക്റ്റാണ്, ഒരു രക്ഷയില്ല. ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ പ്രശ്നമായിരിക്കും, ബാഗൊക്കെ പരിശോധിക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, കാരണം ഞങ്ങൾ ഓൾറെഡി ബാഗ് കൊണ്ടാണ് ഇറങ്ങിയത്. ഞങ്ങൾ ഈ പറയുന്ന കുറിയിൽ നിന്നാണ് വന്നത്. അപ്പം അവിടെ താമസിക്കുകയായിരുന്നല്ലോ എൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ നിന്ന് വന്നു. അവിടെ ചെന്ന് ഞങ്ങളൊരു സാറിൻ്റെ അടുത്ത് ചോദിച്ചു, അറിയാവുന്ന ഭാഷയിൽ ഞങ്ങൾ ബാഗ് കൊണ്ട് കയറുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഞങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അതുപോലെ കേരളത്തിൽ നിന്നാണ്. ഓ ശരി.
ഇവിടെ മലയാളികളുണ്ടോ നോക്കിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറേ ആൾക്കാരെയൊക്കെ തിരക്കി നോക്കി. വന്നത് കർണാടക തെലുങ്കന്മാരും ആന്ധ്രാപ്രദേശുകാരും ഒക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞു ആ ഭാഷയല്ല ഞങ്ങളുടേതെന്ന് അവരുടെ അടുത്ത് പറഞ്ഞു. അവരും അങ്ങ് പോയി. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര വിഷമം. ഒരു മലയാളിയെ കാണാൻ പറ്റില്ല, അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ പരിചയപ്പെടുത്തി തരാമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. അദ്ദേഹം നല്ലൊരു മനുഷ്യരായിരുന്നു കേട്ടോ. അദ്ദേഹം ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ ബാഗ് കൊണ്ട് അകത്ത് കയറിക്കോട്ടെ, പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഇതുവരെ പ്രശ്നമൊന്നുമില്ല, നിങ്ങളിനി ബാഗ് കൊണ്ട് കയറി വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കായിരുന്നു മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതിനുള്ളിൽ കയറി. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ലൈഫിൽ എന്താണ് പറയുന്നത്, വല്ലാത്തൊരു അനുഭവമായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു പട്ടാളക്കാർ പൂജ നടത്തുന്ന അമ്പലം കാണുന്നത്. അതും അമ്പലത്തിനുള്ളിലുള്ളത് ബോംബ്, മൈനുകൾ, തോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫുള്ള്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കയറി കണ്ടു. ആദ്യ അനുഭവമായിരുന്നു. അപ്പം ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു ക്ഷേത്രമാണ് തനുഷ്മാത ക്ഷേത്രം. പാകിസ്ഥാന് ഒരുപാട് ബോംബുകൾ ഇട്ടിട്ട് തകരാത്ത ക്ഷേത്രമാണ്. അതൊക്കെ പാകിസ്ഥാൻ്റെ സൈന്യ മേധാവികൾ പോലും ഇവിടെ വന്ന് ഇന്ത്യയിൽ വന്ന് ഈ ഒരു തനുഷ്മാത ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ക്ഷേത്രമാണ് തനുഷ്മാത ക്ഷേത്രം. അതെല്ലാം കണ്ടു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ ഇനി നമുക്ക് പോകേണ്ട ജയ്സാൽമീറിലേക്കാണ്. അപ്പോൾ ഇനി ഇത്രയും ഓടിയ ദൂരം നമുക്ക് തിരിച്ചോടണം. ഞങ്ങൾക്ക് ആവേശമൊക്കെ ഉണ്ട്. ഞങ്ങൾ 10-800 രൂപയുടെ പെട്രോളൊക്കെ അടിച്ചു, കുഴപ്പമില്ല, ഇത് മതിയായിരിക്കും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ ജയ്സാൽമീർ കുറേ ഓടി. അത് കഴിഞ്ഞിട്ട് കുറി കുൽദാരയൊക്കെ പോയി കുറേ ഓടി. കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്രോൾ കിടന്ന് മിന്നുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രശ്നം പറ്റിപ്പോയത്, ഞങ്ങളുടെ ജാക്കറ്റ് കാര്യങ്ങളൊന്നും അവിടുത്തെ തണുപ്പിന് പ്രതിരോധിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. കുറച്ച് ബൈക്കിലിരിക്കുന്ന തോറും കാറ്റടിച്ച് കയറുവാണ്. തണുപ്പ് രക്ഷയില്ല. അതിൻ്റെ കൂടെ പെട്രോളും കൂടെ കുറവാണ്. ഞങ്ങൾ ആകെ അങ്ങ് വിഷമിച്ചു. പെട്രോൾ തീർന്നു പോയി കഴിഞ്ഞാൽ തീർന്നു. രാത്രിയായി, ഇരുട്ടിക്കഴിഞ്ഞിരിക്കുന്നു. വണ്ടികളൊക്കെ തീരെ കുറവാണ്. എങ്ങനെ പോകാൻ പറ്റും? വാടകയ്ക്ക് എടുത്ത ബൈക്കാണ്, കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? എല്ലാവരും അടിച്ചുകൊണ്ട് പോയാൽ അത് പ്രശ്നമല്ലേ? അങ്ങനെ ആ വിഷമിച്ച് ഒരു പരുവത്തിൽ ഞങ്ങൾ വിഷമിച്ചു. ആ വീഡിയോ ഞങ്ങൾ എടുത്തില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ തോന്നിയില്ല. ആ ഒരു വിഷമത്തിൻ്റെ പുറത്തായിട്ട് ഞങ്ങൾ ടെൻഷൻ അടിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു രാത്രി ഏറെ താമസിച്ച് രാംഗഡ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ വന്നാൽ ഇങ്ങനെ ഭാഗ്യം അവിടെ വരെയൊക്കെ വണ്ടി വന്നു. അവിടെ നിന്ന് പെട്രോൾ പമ്പ് കണ്ടപ്പോഴാണ് സമാധാനമായത്. പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ച് ഒരു 10 മിനിറ്റൊക്കെ ഇവിടെ നിന്ന് സമാധാനമായിട്ട് നേരെ ജയ്സാൽമീർ എത്തി. ജയ്സാൽമീർ വന്ന് തിരിച്ചെത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റൂമുകൾ വേണമായിരുന്നു. അപ്പോൾ റൂം ബുക്ക് ചെയ്തില്ലായിരുന്നു. കുറേയേറെ രാത്രി റൂമിന് അലഞ്ഞു. റൂമൊന്നും കിട്ടിയില്ല, റേറ്റ് കൂടുതലായിരുന്നു. പിന്നെ ഒരു റൂം വിളിച്ചെടുത്തു. അവർ 1000 രൂപ മേടിച്ചു. അവിടെ കിടന്ന് വേറെ വഴിയൊന്നുമില്ല. പക്ഷേ രാവിലെ നോക്കിയപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് വെറും 500 രൂപയുടെ റൂമാണ് 1000 രൂപയ്ക്ക് തന്നതെന്ന് നമുക്ക് മനസ്സിലായത്. പക്ഷേ അത് നമുക്ക് എന്താണ് പറയുന്നത്, യാത്രയിൽ അതൊക്കെ പതിവാണ്. ഈ പറയുന്ന പോലെ ആ തണുപ്പ് നമുക്ക് അന്നേരം താങ്ങാൻ പറ്റില്ലായിരുന്നു. നമ്മൾ താമസിച്ച് ഏത് ഹോട്ടലിൽ ചെന്നെന്ന് പറഞ്ഞാലും അവരന്നേരം നമ്മളെ കൊണ്ട് പറയുന്ന വിലയ്ക്ക് റൂം എടുക്കാനേ നോക്കത്തുള്ളൂ. കാര്യം നമുക്ക് വേറെ വഴിയില്ല എന്നവർക്കറിയാം. അത് നമ്മൾ വിട്ടുകളഞ്ഞ് കുഴപ്പമില്ല. പക്ഷേ അവിടെ നിന്ന് രാവിലെ ഇറങ്ങി നമ്മൾ ബൈക്ക് കൊണ്ട് കൊടുത്തു. നമ്മൾ അത്തോങ്കി ഹവേലി കണ്ടു. അത് രാജസ്ഥാനിലെ ധനികന്മാർ താമസിച്ചിരുന്ന മാളികൾ കണ്ടു. അതൊക്കെ വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ. അതൊക്കെ ഗലികളിലൊക്കെ പോകുന്ന നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. അത് കഴിഞ്ഞിട്ട് രാജസ്ഥാൻ നമ്മുടെ ജയ്സാൽമീർ ഫോർട്ട് കണ്ടു. ഫോർട്ട് ഇന്ത്യയിലെ ലിവിങ് ഫോർട്ടാണ്. ആൾക്കാർ താമസിക്കുന്ന ഒരു ഫോർട്ടാണ് ജയ്സാൽമീർ ഫോർട്ട്. അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിയോടെ ഞങ്ങൾ തിരികെ നമ്മുടെ ജയ്സാൽമീർ സ്റ്റേഷനിൽ വീണ്ടും തിരികെ എത്തി. ഇവിടെ ഞങ്ങൾക്കൊരു പ്രശ്നം പറ്റിയത്, ഞങ്ങൾ തിരിച്ച് ജയ്സാൽമീരിൽ നിന്ന് ഞങ്ങൾക്ക് ദേശ്നോക്ക് ഇറങ്ങണമായിരുന്നു. ബിക്കാറിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ കർണിമാത എന്ന് പറയുന്നൊരു ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ പോകണമായിരുന്നു. ഈ കർണിമാത ക്ഷേത്രം ഇലികളെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പം ഞങ്ങൾ ഈ പോകുന്ന ദേശ്നോക്ക് എന്ന് പറയുന്ന സ്റ്റോപ്പിൽ വണ്ടി നിർത്തും. അപ്പോൾ ഈ പറഞ്ഞ ലീലൻ എക്സ്പ്രസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഞങ്ങൾ നൈറ്റാണ്. അപ്പം ഞങ്ങൾ ഈ പകൽ ഓടി നടന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് മെസ്സേജ് വന്നിരുന്നു, നിങ്ങളുടെ ട്രെയിന് അതുവഴി ആ 2 റൂട്ട് ഇടയ്ക്ക് ക്യാൻസലാണ്, അതുവഴി പോയില്ല എന്നുള്ളത്. നൈറ്റ് ഞങ്ങൾ ട്രെയിനിൽ കയറുന്നതിന് മുമ്പാണ് ഇത് കണ്ടത്. എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ നോക്കിയപ്പം ബിക്കാനീർ ഇറങ്ങാമെന്ന് വെച്ചു. അങ്ങനെ ആ ട്രെയിന് രാവിലെ ബിക്കാനീർ അതിരാവിലെ ഇറങ്ങിയിട്ട് അവിടുന്ന് വേറെ കുറച്ച് കഴിഞ്ഞ് 8-8:30 വേറെ ട്രെയിൻ കയറിയിട്ട് ദേശ്നോക്കിൽ പോയി. ദേശ്നോക്കിലും ഈ പറയുന്ന കർണിമാത ക്ഷേത്രം കണ്ട് അവിടെ നിന്ന് ഞങ്ങൾ മെട്രോയിൽ ഈ മെട്രാ സിറ്റിയിലേക്ക് പോയി. ഈ കർണിമാത ക്ഷേത്രം എന്ന് പറയുന്നത് എലികളെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫുഡ് എന്ന് പറഞ്ഞാൽ കുറേ പട്ട, പിന്നെ കുറേ കടല, മധുരമുള്ള സാധനങ്ങളും കൊണ്ടാണ് അമ്പലത്തിലേക്ക് കയറുന്നത്. ഫോട്ടോഗ്രാഫി ഒന്നും പ്രശ്നമില്ല. അമ്പലത്തിൽ അവർക്ക് പൂജിച്ചതിന് ശേഷം, അവർ കുറച്ച് സമർപ്പിച്ചതിന് ശേഷം കുറച്ച് തിരികെ തരും. അതാണ് പ്രസാദമായിട്ട് നമ്മൾ കൊണ്ടുവന്നത്. പക്ഷേ അവിടെ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു കാരണവശാലും എലിയെ ചവിട്ടാനൊന്നും പാടില്ല. ഒരു എലി എങ്ങാനും ചവിട്ടി അത് ചത്തു പോവുകയാണെങ്കിൽ അത്രയും തൂക്കത്തിലുള്ള സ്വർണത്തിലുള്ള എലിയെ നമ്മൾ അവിടെ സമർപ്പിക്കണം. അതൊരു വ്യത്യസ്തമായൊരു പുതിയ അറിവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ലൈഫിൽ, ഞങ്ങളുടെ ലൈഫിൽ ഒരുപക്ഷെ ഓരോ ചുവടും വളരെ ശ്രദ്ധയോട് വെച്ചത് ഒരുപക്ഷെ കർണിമാത ക്ഷേത്രത്തിലായിരിക്കും. കാരണം പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ആ സമയം പോക്കറ്റിലോട്ടൊക്കെ നോക്കും, ഇതേ ഉള്ളൂ. എലിയൊക്കെ സ്വർണ്ണ എലിയെ കൊടുക്കാനൊക്കെ പറഞ്ഞാൽ പറ്റില്ല. ആ കാഴ്ചകളൊക്കെ കണ്ടു. അത് വല്ലാത്തൊരു ആദ്യമായിട്ടായിരുന്നു അങ്ങനെ അമ്പലം കാണുന്നത്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ മെട്രാ റോഡ് വന്നു. മെട്രാ സിറ്റിയിൽ നമ്മുടെ ഭക്തമീരയുടെ ഒരു ജന്മ ദേശമാണ് മെട്രാ എന്ന് പറയുന്നത്. ശരിക്കും ഞങ്ങളുടെ ആദ്യത്തെ ലീലൻ എക്സ്പ്രസ് കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ മെട്രാ സിറ്റിയിലേക്ക് ഇറങ്ങി അത് കാഴ്ചകൾ കാണാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നേ.
പക്ഷേ ഈ പറയുന്ന കൂട്ട് പ്രശ്നം പറ്റിയോണ്ട് പിന്നെ ഞങ്ങൾ മടുത്തു. കാരണം ഞങ്ങൾക്കൊരു റെയിൽ ബസ് ഉണ്ടായിരുന്നു. അതായത് മെർട്ട റോഡ് ജംഗ്ഷനിൽ ഈ സ്റ്റേഷനിൽ നിന്നും മെർട്ട സിറ്റിയിലേക്ക് റെയിൽ ബസ്സിലാണ് സർവീസ് നടത്തുന്നത്. ഇപ്പോൾ അത് മെമു ആണെന്ന് എനിക്ക് തോന്നുന്നു. ആ റെയിൽ ബസ് ഉണ്ട്, അത് പോയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി മെർട്ട റോഡ് ജംഗ്ഷനിൽ നിന്ന് ജയ്പൂരിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പറ്റി പോയി കുഴപ്പം, ഇനിയിപ്പം അത്രയും പൈസ കൊടുത്ത് വണ്ടി വിളിച്ചൊന്നും അത്രയും കിലോമീറ്റർ ഒന്നും ഞങ്ങൾ പോകുന്നില്ല എന്ന് വെച്ചു. ഞങ്ങൾ മെർട്ട റോഡിൽ പകൽ കുറച്ച് നേരം ഉറങ്ങി, കുറച്ച് നേരം വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ചിലവാക്കി അവിടെ നിന്ന് നൈറ്റ് ജയ്പൂർ ചെയ്തു. ജയ്പൂർ ഞങ്ങൾ ഈ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോയ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റിട്ടയറിംഗ് റൂം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയ്പൂരാണ്. അത്ര നീറ്റാണ്, ക്ലീനാണ്. ഞങ്ങൾ എടുത്തത് ശരിക്കും നമ്മുടെ റൂമല്ല എടുത്തത്, ഡോർമെട്രി ആയിരുന്നു. അതായത് ഡോർമെട്രി എന്ന് പറഞ്ഞ ഒരു ഹാളല്ല, അത് ഒരു ഹാൾ തന്നെ നല്ല നൈസായിട്ടെല്ലാം ക്യാബിനായിട്ട് തിരിച്ചിട്ട് AC ഒക്കെ ആയിരുന്നു. നല്ല റൂം, 350 രൂപയുള്ളൂ, 300 രൂപയുള്ളൂ. അതെടുത്തു, ഞങ്ങളവിടെ താമസിച്ചു. രാവിലെ ജയ്പൂരിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂരിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ജയ്പൂരിൻ്റെ കാഴ്ചകൾ കാണാൻ നമുക്ക് ഭയങ്കര കേട്ടിട്ടുണ്ട്. ജയ്പൂർ കച്ചവടങ്ങളിലെ കേട്ടിട്ടുണ്ട്, ജയ്പൂരിനെ പറ്റി കേട്ടിട്ടുണ്ട് ഒരുപാട്. ഹവാമഹലൊക്കെ കേട്ടിട്ടുണ്ട്. അത് കാണാൻ വേണ്ടി ഞങ്ങൾ രാവിലെ ഇറങ്ങിയാണ്. ബാഗൊക്കെ എടുത്തു ഇറങ്ങി. ഞങ്ങൾ ടൗൺ ഒന്ന് കറങ്ങാമെന്ന് വെച്ചു. ഇപ്പോൾ ഇറങ്ങിയപ്പോൾ നല്ല സമാധാനം. ഓട്ടക്കാർ വന്ന് പുതിയാണ് വരുന്ന ഓട്ടക്കാരിലെ ഒറ്റ കാര്യം പറഞ്ഞു, മാർക്കറ്റിൽ പോകാം. ഇവരെന്താണ് മാർക്കറ്റ്, വരുന്ന ആൾക്കാരുടെ മാർക്കറ്റ് കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത പോലെ പ്രശ്നമായത്. അങ്ങനെ നമ്മൾ ജയ്പൂർ നഗരത്തിൽ നടക്കാൻ ഇറങ്ങിയാണ്. രാവിലെ ഇറങ്ങി. കുറച്ച് വലിയ തിരക്കൊന്നുമില്ല രാവിലെ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ കൊച്ചിയിലൊക്കെ എന്തൊരു തിരക്കാണിത്, ഇതിവിടെ രാജസ്ഥാൻ്റെ തലസ്ഥാനമാണ്, തിരക്കൊക്കെ കുറവാണല്ലോ രാവിലെ എന്നപ്പോൾ വിചാരിച്ചിരുന്നപ്പോൾ ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല. ഹോണടി പതിവ് സ്ഥിരം പരിപാടി. ഹോണടിച്ചാകത്ത് ഓട്ടോ, ഇലക്ട്രിക് ഓട്ടോ, മറ്റേ ചെറിയ വണ്ടി, അത് എല്ലാം കൂടെ ആയിട്ട് നമുക്ക് റോഡിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇവർ വന്ന് നമ്മളെ പൊതിയുക, അതുപോലെ ഭയങ്കര ഹോണടി, ഇവരിങ്ങനെ പോവുക, ഭയങ്കര പ്രശ്നം. കുറേ നേരം കണ്ടു. കാണുന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഒരു റൂം എടുത്തായിരുന്നു, ബുക്ക് ചെയ്തായിരുന്നു. റൂമിൽ വന്നു. നമ്മുടെ മെമ്മറി കാർഡുള്ള സാധനങ്ങളൊക്കെ മാറ്റി കുറേ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അത് നൈറ്റ് ഇരുന്നില്ല, പകരം എഡിറ്റ് ചെയ്തു. ഒരു മണിക്കൂർ 2 മണിക്കൂറൊന്ന് ഉറങ്ങി ഭക്ഷണം കഴിച്ചു. വൈകിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. ജയ്പൂർ ഫുള്ളൊന്ന് കണ്ടു. നടന്നാണ് കാണുന്നതെല്ലാം. ജയ്പൂർ നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. വൈകിട്ടത്തെ ആ നടത്തമൊക്കെ അതൊക്കെ നമ്മൾ വീഡിയോ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാവിലെ ഞങ്ങൾ അവിടെ നിന്നും വീണ്ടും ഇറങ്ങുകയാണ്. രാവിലെ ഇറങ്ങി മെട്രോ കയറി. ജയ്പൂർ മെട്രോ, അതായത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് മെട്രോ സ്റ്റേഷൻ്റെ പേര്. അവിടെ നിന്ന് കയറി ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് ബഡി ചോപ്പ് അങ്ങനെ എന്തോ ഒരു സ്റ്റേഷനാണ്. അവിടേക്ക് പോയി. അവിടെയാണ് ഹവാമഹലൊക്കെ ഉള്ളത്. അത് കാണാൻ വേണ്ടിയിട്ട് മെട്രോയിൽ കയറി. മെട്രോ വളരെ നീറ്റാണ്. എനിക്കൊന്ന് കൊച്ചിയെക്കാളും അല്പം കൂടെ ഫാസ്റ്റാണെന്ന് തോന്നുന്നു. കാരണം അവർ ടോക്കണാണ്. അത് പെട്ടെന്ന് കാണിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തുറന്ന് കയറാനൊക്കെ പറ്റുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ കൊച്ചി മെട്രോയിലെ കാർഡ് റീഡ് ചെയ്യുകയാണെങ്കിൽ ചില സമയം എടുക്കുന്നുണ്ട്. എനിക്കതിനേക്കാൾ ഫാസ്റ്റാണെന്ന് തോന്നി. ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറി ബഡി ചോപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെത്തി. അവിടെ ഇപ്പോൾ 2 ലൈനുണ്ട് കേട്ടോ. ഒരു ലൈനിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ, മെട്രോ ലൈനിൻ്റെ. അവിടെ ഇറങ്ങി. അപ്പോൾ അണ്ടർഗ്രൗണ്ടാണ്, പല സ്റ്റേഷനുകളും അണ്ടർഗ്രൗണ്ടാണ്. സ്റ്റേഷനിൽ നിന്ന് മുകളിലേക്ക് വന്നു, റോഡിൽ വന്നു. നമ്മൾ ഹവാമഹൽ കണ്ടു. നമ്മുടെ രാജസ്ഥാൻ്റെ പറ്റി സെർച്ച് ചെയ്യുമ്പോഴെല്ലാം കയറി വരുന്ന ഒന്നാണ് ഹവാമഹൽ. ജയ്പൂരിൽ എന്ന് പറയുമ്പോൾ ഹവാമഹൽ എളുപ്പവും വരുന്നൊരു ആണ്. ഹവാമഹൽ കണ്ടു, ഫോട്ടോസൊക്കെ കണ്ട് ഹവാമഹൽ കണ്ടു, കയറി എല്ലാം കണ്ടു ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കണ്ടത് ജന്തർ മന്ദിർ കണ്ടു. പിന്നെ അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ സൗരയൂഥത്തെ പോലെ അതുപോലെ സൂര്യനെ പറ്റി, നക്ഷത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും പഴയ കാലത്തുള്ള ഉപകരണങ്ങളൊക്കെയുള്ള ഒരു സ്ഥലമാണ്. അത് നല്ലൊരു കാഴ്ചയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗര ഘടികാരം ഉണ്ട്, അത് ഇന്ത്യയിലാണെന്ന് അവിടെ വെച്ചാണ് ഞങ്ങൾ അറിഞ്ഞത്. അതെല്ലാം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള ആൾക്കാർക്ക് വളരെയേറെ നല്ല കൗതുകമുള്ള കാഴ്ചകളാണ്. അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അപ്പോൾ ചില യാത്രകളിൽ നമ്മളിങ്ങനെ നമ്മൾ അറിയാതെ പോയേക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ യാത്രകളിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ സൗര ഘടികാരത്തിൻ്റെ കാര്യം നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലോക്ക് ഏതാണെന്ന് സെർച്ച് ചെയ്ത് നോക്കിയത്, സൗര ഘടികാരം ഏതാണെന്ന് ഒരു പക്ഷേ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള യാത്രകളിലൂടെയാണ് അറിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലോങ്ങേവാല യുദ്ധ സമയത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ആ യുദ്ധവിമാനങ്ങൾ, ആ ജെറ്റ് വിമാനങ്ങളൊക്കെ ഏഷ്യയിലെ തന്നെ ആദ്യത്തേതാണെന്നൊക്കെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. അന്ന് ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ഇന്ത്യ ഉണ്ടാക്കിയതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ജയ്പൂരിൽ നിന്ന് വീണ്ടും നമ്മൾ ജൽമഹൽ കാണാൻ വീണ്ടും നടക്കുകയാണ്. അപ്പം ദൂരമുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ 4, 5, 6 കിലോമീറ്റർ ദൂരെയാണ്. ഞങ്ങൾ നടക്കുകയാണ്. ഞങ്ങളൊരു രാജസ്ഥാൻ ആ സമയത്ത് വിൻ്റർ സീസൺ ആയെന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഇറങ്ങി നടക്കുന്നതിനൊക്കെ പ്രശ്നമൊന്നുമില്ല. ആ സമയം ഞങ്ങൾ വേനൽക്കാലത്ത് എന്നാണെങ്കിൽ ഞങ്ങൾ ഇതിന് പോയിട്ട് 1 കിലോമീറ്റർ ഞങ്ങൾ നടക്കില്ല. തണുപ്പായതുകൊണ്ട് നടക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. നടന്ന് ജൽമഹൽ കണ്ടു. അപ്പോഴത്തേക്ക് രാത്രിയായി. പിന്നെ ഞങ്ങൾക്ക് കാണാനുള്ളത് ഫോർട്ടാണ്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ചിത്തോർക്ക് പോകുന്നു. തലേദിവസം നമ്മൾ ജയ്സൽമീർ കണ്ടു. അതിന് മുമ്പ് നമ്മൾ ജോധ്പൂർ ഫോർട്ട് കണ്ടു. അതാണ് ഞങ്ങൾ ജയ്സൽമീർ ഫോർട്ട് ഒഴിവാക്കി. ശരിക്കും കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു ജയ്പൂർ ഫോർട്ട്.
ജൽമഹൽ കണ്ടു. ജൽമഹൽ വലിയൊരു തടാകത്തിൻ്റെ നടുക്കുള്ളൊരു ഒരു ഒരു മന്ദിരമാണ്. അത് മിക്കവാറും സമയങ്ങളിൽ വെള്ളം മൂടിക്കിടക്കുന്ന വെള്ളത്തിലാണ് മിക്കവാറും സമയങ്ങളിൽ. അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് ജയ്പൂർ വന്നു. ജയ്പൂരിൽ നിന്ന് പിന്നെ നമുക്ക് പോകേണ്ടത് അജ്മീറിലേക്കാണ്. അപ്പോൾ അജ്മീറിൽ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു പുഷ്കറൊക്കെ ഒന്ന് പോയി കാണണമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് വേണ്ട ഒരു എന്താണ് പറയുന്നത്, ദിവസങ്ങൾ കുറവായതുകൊണ്ട് പുഷ്കർ ഞങ്ങൾ പിന്നീട് ഒഴിവാക്കി. പുഷ്കറിന് വരെ ഞങ്ങൾ ചിറ്റോർ കാണാമെന്ന് വെച്ചു. അങ്ങനെ രാവിലെ ജയ്പൂരിൽ നിന്ന് നമ്മൾ നേരെ അജ്മീറിലേക്ക് പോവുകയാണ്. അജ്മീർ എന്ന് പറയുന്ന ഒരുപാട് തീർത്ഥാടകർ, ഒരുപാട് ആൾക്കാർ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണെന്ന് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത്. അവിടെ അജ്മീർ ദർഗ എന്ന് പറയുന്നത്, അതായത് ഖാജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ദർഗ അജ്മീറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തെ ഇന്ത്യയുടെ സുൽത്താനെന്ന് ആണ് വിശേഷിക്കപ്പെടുന്നത്. ഇപ്പോഴും വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ അവിടെ പ്രാർത്ഥനകൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ അക്ബർ ചക്രവർത്തി പോലുള്ള ആൾക്കാർ അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചെമ്പുമൊക്കെ അവിടെ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു സൂഫി വര്യൻ്റെ കബറിടമാണ് ഈ ഒരു അജ്മീർ ദർഗ. അവിടെ പോയി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രത്തിൽ പോകുന്നത്. അവിടെ തലേ തൊപ്പിയൊക്കെ വെച്ചാണ് കയറിയത്. ആ തൊപ്പിയൊക്കെ ഞാൻ ഇപ്പോഴും വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കയറി അവിടെ പ്രാർത്ഥനയൊക്കെ നടത്തി ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് അതായത് അജ്മീർ ദർഗ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും നടന്ന് ഞങ്ങൾ നേരെ അനാസാഗർ ലേക്കിൻ്റെ അടുത്ത് വന്നു. ലേക്കിൻ്റെ അവിടെ നിന്ന് 7 വണ്ടേഴ്സ് പാർക്കുണ്ട്. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പാരീസ് കാണാനായിരിക്കുന്ന സ്ഥലമാണ് പാരീസ്. ഈഫൽ ടവർ, അതുപോലെ തന്നെ പിസാഗോരം ഒക്കെ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും പിരമിഡിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസ് എടുത്തു. അവിടെ നിന്ന് ഞങ്ങൾ അപ്പോഴത്തേക്ക് വൈകിട്ടായി കേട്ടോ. അപ്പോൾ അന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന താരഗഡ് പർവ്വത നിരകളുണ്ട്, അത് വേണേൽ കാണാമെന്നാണ്. പക്ഷേ ഞങ്ങൾ മാക്സിമം അങ്ങനെയുള്ള ഒരു, കാരണം അത് ആ ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് പോകും തോറും ഒരു ദിവസമാണ് പോകുന്നത്. നമുക്കൊരു ദിവസം 1-2 ദിവസം നമ്മൾ ആകെ അവിടെ നമ്മൾ കണക്കൂട്ടി വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ താരഗഡ് പോയില്ല. ഞങ്ങൾ അവിടെ നേരെ അനാസാഗർ ലേക്കിൻ്റെ അവിടെ വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെയേറെ രാജസ്ഥാൻ ജയ്സാൽമീറിലെ കുറിയിലെ നമ്മൾ താർ ഡെസേർട്ടിൽ കിടന്നതുപോലെ തന്നെ വളരെ ശാന്തമായ ഒരു സ്ഥലമായിരുന്നു ഈ അനാസാഗർ ലേക്ക്. നല്ല വൃത്തിയുള്ള ലേക്ക്, ആ ചുറ്റുപാടുകൾ, ആ വാക്ക് വേ, ഇതൊക്കെ നല്ല ഭംഗിയായിട്ട്, വേസ്റ്റ് ഒന്നും നല്ല ക്ലീനായിട്ട്, നല്ല നീറ്റ്. അതുപോലെ തന്നെ ആരവല്ലി പർവ്വതനിരകളെ ചുറ്റപ്പെട്ട ഒരു തടാകമാണ് ഈ അനാസാഗർ ലേക്ക് എന്ന്. കൃത്രിമ തടാകമാണ്. അപ്പോൾ അതായത് നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ്റെയൊക്കെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനാണ് അന എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ തടാകമുള്ളത്. അപ്പോൾ ഈ അനാസാഗർ തടാകവുമായിട്ട് ഒരുപാട് കഥയുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി ഇവിടെ എത്തിയ സമയത്ത് പൃഥ്വിരാജ് ചൗഹാനായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യമൊക്കെ ഇവിടെ എതിർപ്പൊക്കെ ഉണ്ടായ സമയത്ത് ഒരു ദിവസം ഇവർ ഈ അനാസാഗർ ലേക്കിൻ്റെ കരയിൽ വന്നിട്ട് തമ്പടിച്ചിട്ട് വെള്ളം എടുത്ത സമയത്ത് ഈ രാജാവിൻ്റെ ഭടന്മാർ വന്ന് അങ്ങനെ എടുക്കില്ലെന്നൊക്കെ പറയാൻ പ്രശ്നം ഉണ്ടാവുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ഈ ഖാജ ചിസ്തി ഈ തടാകത്തിൽ നിന്ന് ഒരു കലം വെള്ളം എടുക്കുകയും ഇദ്ദേഹം പോവുകയും ചെയ്തു. ഈ വെള്ളം എടുത്ത സമയം കഴിയുമ്പോൾ പിന്നീട് ഈ അനാസാഗർ ലേക്ക് വറ്റി വരണ്ടു എന്നാണ് കഥ. വറ്റി വരണ്ടു. പിന്നീട് വന്ന ആളത്ര നിസ്സാരക്കാരനല്ലാന്ന് മനസ്സിലാക്കി ഇദ്ദേഹത്തോട് ക്ഷമ പറഞ്ഞു. ഇദ്ദേഹം തിരിച്ച് വെള്ളം അനാസാഗർ ലേക്കിൽ ഒഴിച്ചപ്പോൾ അനാസാഗർ ലേക്ക് വീണ്ടും ഫുള്ള് വെള്ളമായിരുന്നു. പിന്നീട് അനാസാഗർ ലേക്ക് വറ്റിയിട്ടില്ല എന്നൊരു കഥ വളരെയേറെ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരിക്കുന്നൊരു കഥയാണ്. ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നൊരു കഥയാണത്. നമുക്ക് അതിൻ്റെ വാസ്തവമൊന്നും അറിയില്ല. അങ്ങനെ ഒരു കഥയുണ്ട്. അനാസാഗർ ലേക്കൊക്കെ കണ്ടു. ശരിക്കും കാണേണ്ട ഒരു കാഴ്ചയാണ് അനാസാഗർ ലേക്ക്. നല്ല വൃത്തിയുള്ളൊരു തടാകമാണ്. എത്ര നേരം ഞങ്ങൾ ഇരുന്നെന്നറിയില്ല. ഞങ്ങൾ അജ്മീറിൽ കുറേയേറെ നേരം അനാസാഗർ ലേക്കിൻ്റെ കരയിലിരുന്നു. പിന്നെ അവിടെ നിന്ന് നടന്ന് നമ്മൾ അജ്മീർ വന്നു. റിട്ടയറിംഗ് ബുക്ക് ചെയ്തായിരുന്നു. അവിടെ കിടന്നു. രാവിലെ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് പിന്നെ പോകേണ്ടത് ചിറ്റോർഗാണ്. ചിറ്റോർഗ് ഫോർട്ടിനെ പറ്റി എനിക്ക് എന്താണ് പറയേണ്ടതെന്നറിയില്ല. ഞാൻ നേരത്തെ തൊട്ട് നെറ്റിൽ കണ്ടിരുന്നു. 16,000-ലധികം സ്ത്രീകൾ ജോഹർ അനുഷ്ഠിച്ച ഒരു സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത് ചിറ്റോർഗ് ഫോർട്ട്. രാജസ്ഥാൻ്റെ മിക്ക കോട്ടകളിലും ജോഹർ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ അനുഷ്ഠാനം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ അതുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആൾക്കാർ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അവർ പ്രായമുള്ള ആൾക്കാർ മരിച്ചു പോയി കഴിയുമ്പോൾ പിന്നെ ചെറുപ്പക്കാരായ സ്ത്രീകൾ സതി അനുഷ്ഠിക്കുകയാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് അവിടെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. കാര്യം അവിടെ അനുഷ്ഠിച്ചത് മറ്റ് രാജാക്കന്മാർ ഇവരെ ആക്രമിച്ച് പിടിക്കപ്പെടുമെന്നാകുമ്പോൾ അവിടുത്തെ രാജാക്കന്മാർ മരിക്കുമ്പോൾ ഈ സ്ത്രീകൾ ജോഹർ അനുഷ്ഠിക്കുക. അതായത് അവരുടെ കയ്യിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന മാനസികമായും ശാരീരികമായും ഉണ്ടാകുന്ന ടോർച്ചറിങ് ആ ഒരു സംഭവം മനസ്സിലുള്ളതുകൊണ്ട് മറ്റൊരാൾക്കൊരിക്കലും കീഴ്പ്പെടില്ല എന്ന് അഭിമാനം പണയം വെക്കില്ല എന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് അനുഷ്ഠിച്ച അതാണ് അവിടെ നടന്നിരുന്നത്. ഈ കോട്ടകൾ നടന്നിരുന്ന ജോഹർ എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും അതിനെ ന്യായീകരിക്കുകയോ ഇല്ലെങ്കിൽ എതിർക്കുകയോ ഒന്നും ചെയ്യുമല്ല. അന്നത്തെ കാലഘട്ടത്തിൽ നടന്നിരുന്നു എന്നത് സത്യം തന്നെയാണ്. ഞാൻ ആ വ്യത്യാസം ഒന്ന് കാണിച്ചതാണ്. അപ്പം റാണി പത്മാവതിയൊക്കെ ജോഹർ അനുഷ്ഠിച്ച സ്ഥലം. അപ്പോൾ ഈ കോട്ടയൊക്കെ ഞങ്ങൾ നടന്നാണ് കയറി കാണുന്നത്. അതൊക്കെ വലിയ കഥകളാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
കോട്ട വലിയ കോട്ടയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടയാണ്. അതൊക്കെ കയറി കണ്ടു കഴിഞ്ഞിട്ട് റാണി പത്മാവതി സതി അനുഷ്ഠിച്ച സ്ഥലം, അതുപോലെ തന്നെ അവരുടെ പാലസുകൾ, അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖിൽജി മാസങ്ങളോളമാണ് ഈ ഒരു കോട്ട ഉപരോധിച്ചതെന്നാണ് പറയുന്നത്. മാസങ്ങളോളം ഉപരോധിച്ചിട്ടാണ് അവസാനമാണ് ഈ കോട്ട ആക്രമിച്ച്. പിന്നീട് പല ആക്രമണങ്ങളാണ് അക്ബർ ചക്രവർത്തിയുടെ കാലമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന മേവാർ എന്ന് പറയുന്ന മേവാർ രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ചിത്തോർ. പിന്നീട് ചിത്തോർക്ക് അവർ ഉദയ്പൂരേക്ക് മാറ്റുകയായിരുന്നു. ചിത്തോർക്കല്ല, ഉദയ്പൂരിലേക്ക് അവരുടെ തലസ്ഥാനം മാറ്റുകയായിരുന്നു. അപ്പോൾ ആ സ്ഥലങ്ങൾ, ഇവർ ആക്രമണം നടന്ന സ്ഥലങ്ങൾ, ഇവർ യുദ്ധം നടന്ന സ്ഥലങ്ങൾ, റാണി പത്മിനിയുടെ ഓർമ്മകൾ. അപ്പം അവിടെ നിന്നപ്പോൾ തന്നെ ഇത്രയും 16,000 കണക്കിന് ആൾക്കാർ സതി അനുഷ്ഠിച്ച സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നതൊക്കെ അറിഞ്ഞപ്പം വല്ലാത്തൊരു ഫീല്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൊരു തടാകമുണ്ട്, വളരെ ഹൈറ്റിലുള്ള തടാകമാണ്. ആ തടാകത്തിൽ വെള്ളം കിടക്കുന്നു, ഈ കോട്ടയ്ക്കുടെ മുകളിൽ തന്നെ വലിയ തടാകം. ആ കാഴ്ചകളൊക്കെ കണ്ട് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. രാജസ്ഥാനിലെ പല അത്ഭുതങ്ങളും അങ്ങനെ ഉണ്ട്. അത് കണ്ടു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പിന്നീട് വന്നത് ഉദയ്പൂരിലേക്ക്. ലാസ്റ്റ് വന്ന് ഉദയ്പൂർ പിച്ചോള ലേക്ക്. ഉദയ്പൂർ വന്നിറങ്ങി രാവിലെ വന്ന സമയത്ത് ഞാൻ കണ്ടൊരു ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം, ഈ ഉദയ്പൂർ വളരെ ക്ലീനാണ്. സിറ്റിയൊക്കെ നല്ല ക്ലീനാണ്, നല്ല നീറ്റ്, വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക നല്ല നീറ്റായിരുന്നു. ഇവിടെ കുറേ ദൂരം ഞങ്ങൾ കണ്ടു, ലേക്കൊക്കെ കണ്ടു, പാലസ് കണ്ടു. പക്ഷെ കുറച്ച് ഞങ്ങളുടെ മെമ്മറി കാർഡ് അതിന് കുറച്ച് വീഡിയോ പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സംഭവങ്ങളുണ്ടായി. പിന്നെ ഉദയ്പൂരെ കാഴ്ചയെടുക്കാൻ ഞങ്ങൾ രാജസ്ഥാനോട് വിട പറയുകയാണെന്ന്. ഉദയ്പൂരിൽ നിന്ന് ഞങ്ങൾ രാജസ്ഥാനോട് വിട പറഞ്ഞ് ഞങ്ങൾ അസർവ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തി. പിന്നീട് അഹമ്മദാബാദിൽ നിന്നാണ് നമുക്ക് ഈ 2 സ്റ്റേഷനും അവിടെ തന്നെ ഗുജറാത്തിലെ സ്റ്റേഷനാണ്. അഹമ്മദാബാദിലെ അടുത്തുള്ള സ്റ്റേഷൻ നമ്മുടെ സൗത്ത് നോർത്ത് എന്ന് പറയുന്ന പോലെ എറണാകുളത്തെ. അപ്പോൾ അവിടെ നിന്ന് അസർവയിൽ വന്നിറങ്ങി. അപ്പോൾ അനീഷ് പ്രോയ്ക്കൊപ്പം വന്നിറങ്ങിയ സമയത്ത് അനീഷ് പ്രോ ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോകേണ്ടത്, വണ്ടി നിർത്തി. അനീഷ് പ്രോ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വണ്ടി നിർത്തുകയും ചെയ്തു. അപ്പോൾ ആൾക്കാരൊക്കെ പോയി. അപ്പോൾ ഈ രാജസ്ഥാനിൽ മദ്യം ഉണ്ടെങ്കിലും നമ്മുടെ ഗുജറാത്തിലെ മദ്യനിരോധനമാണല്ലോ. അപ്പോൾ നമ്മൾ രാജസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും ഓടുന്ന വണ്ടികൾ മൊത്തം ഗുജറാത്ത് വണ്ടികളാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മാഹിയിലൊക്കെ പോയിട്ട് വരുന്നതിൻ്റെ കൂട്ട് തന്നെ ബേക്കറി പോലാണ് കുഞ്ഞു മദ്യഷോപ്പുകളുള്ളത്. അവിടെ ആൾക്കാർ വരുന്നു, മദ്യപിക്കുന്നു, പോകുന്നു. അങ്ങനെ ആ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ മാഹിയിൽ കണ്ടുകൊണ്ടെങ്കിലും രാജസ്ഥാനിൽ കണ്ടത് ഭയങ്കര പുതുമയായിട്ട് തോന്നി. കാരണം ഒരു കടയിൽ, സ്റ്റേഷനറി കടയിൽ പോയി പോകുന്നവർ അവിടെ തിരവിടുന്നതിനൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആൾക്കാർ പോയി. ഞാൻ അനീഷിൻ്റെ ബാഗ് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ 2 ബാഗുകൾ. അനീഷിൻ്റെ ബാഗ് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ബാഗും എൻ്റെ കയ്യിലുണ്ട്. അനീഷ് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ട്രെയിനിൽ നിന്നും ആൾക്കാർ പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു RPF എന്നെ വിളിക്കുന്നു, വരാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കി, ഞാനാണോ? വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ബാഗ് കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പം ഇവരെൻ്റെ ബാഗൊക്കെ പരിശോധിക്കുവാണ്. അപ്പോൾ എന്തുവാ, എല്ലാ ആൾക്കാരും പോയി. ഞാൻ അടുത്തിനോട് പമ്മി 2 ബാഗുകൾ. ഇവരെ വിചാരം ഞാൻ അവിടെ നിന്ന് മദ്യം കടത്തുമല്ലോ ആയിരിക്കും. അവർ ചെക്കിങ് ഉണ്ടെന്ന് നമ്മൾ പിന്നെ ഈ പറയുന്ന മാഹിയിലെ പോലെ ചെക്കിങ് അവിടെ ഉണ്ടെന്നാണ് പിന്നീടാണ് അറിയുന്നത്. എൻ്റെ ബാഗെല്ലാം പരിശോധിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മാത്രമല്ല എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അനീഷിൻ്റെ ബാഗും കൊടുത്തു. അനീഷ് വന്നില്ലായിരുന്നു. ബാഗെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പൊക്കോളാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് അനീഷ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെക്കിങ് ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറയും. നല്ല പാർട്ടി അതൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കിയൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ അഹമ്മദാബാദ് വന്നു. അഹമ്മദാബാദ് നഗരം കുറച്ചുകൂടി ഞങ്ങൾ ചുറ്റിക്കണ്ടു. അപ്പോൾ അഹമ്മദാബാദ് രാവിലെയുള്ള നമ്മുടെ പുതിയ അഹമ്മദാബാദ് മെട്രോ, ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ സ്റ്റേഷൻ്റെയൊക്കെ നിർമ്മാണം അഹമ്മദാബാദിൽ നടക്കുകയാണ്. അതൊക്കെ ഞങ്ങൾ തുടക്ക വീഡിയോയിൽ ഞങ്ങൾ അഹമ്മദാബാദിൻ്റെ എല്ലാ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തായിരുന്നു. അതെല്ലാം കണ്ടു. അഹമ്മദാബാദിൽ നമ്മൾ തിരിച്ച് നമ്മൾ നൈറ്റ് എറണാകുളത്തെത്തി. പിന്നെ ഞാൻ വീട്ടിലേക്കും അനീഷ് ആലപ്പുഴയ്ക്കും പോയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കാഴ്ച, ഞങ്ങൾക്ക് രാജസ്ഥാനിൽ നിന്നുള്ള അനുഭവങ്ങളും. ഇപ്പം റൂം ഞങ്ങൾ മാക്സിമം ടേറിംഗ് റൂമാണ് എടുത്തത്. ഒന്നാമത്തെ കാര്യം, അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനായി തന്നെ ആയതുകൊണ്ട് 9:05 ട്രെയിൻ ഉണ്ടെങ്കിൽ 9:05 ഇറങ്ങി ചെന്നാൽ മതി. നമുക്ക് അനൗൺസ്മെൻറ്റ് വരെ കേൾക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഭക്ഷണം റെയിൽവേ സ്റ്റേഷനാണ് 24 മണിക്കൂറിൽ ലഭിക്കും. റേറ്റും തീരെ, ഈ 3 കാര്യങ്ങളുകൊണ്ടാണ് റേറ്റും തീരെ കുറവാണ്. അതുകൊണ്ടാണ് മിക്കവാറും ടേറിംഗ് റൂമിൽ തന്നെ ഞങ്ങൾ എടുത്തത്. പിന്നെ രാജസ്ഥാനിലെ ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാർ തീർത്തും സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മളെ സമീപിക്കുന്ന ഗൈഡുമാർ, ഓട്ടക്കാർ, അവർ മാത്രമേ നമ്മുടെ പൈസ സ്വാഭാവികം എല്ലായിടത്തും ഉള്ളതാണ്. അതിനപ്പുറം വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് രാജസ്ഥാനിലുള്ളതെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്കൊരു 2 പേർ കൂടെ ഏകദേശം ഒരു 15,000 രൂപയിൽ താഴെ, 15,000 രൂപ 2 പേർ കൂടാണ് പറയുന്നത്, താഴെയാണ് എല്ലാം കൂടെ ചിലവായത്. അത് വളരെ കൂടുതലാണെന്ന് ഞാൻ പറയുന്നില്ല, കുറവാണെന്നും പറയുന്നില്ല. അത് നിങ്ങൾ എങ്ങനെ പോയിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ടിരിക്കും. ഇതിലും കുറച്ച് യാത്ര ചെയ്തവരുണ്ട്, ഇതിൽ കൂടുതൽ യാത്ര ചെയ്തവരുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പോകുന്ന ആൾക്കാരുടെ തന്നെ പറയാനുള്ളൂ, നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്യുക. ഏതൊക്കെ സ്ഥലങ്ങൾ വേണം, അവിടെ എല്ലാം നമുക്ക് മിക്കവാറും സ്ഥലങ്ങളെല്ലാം ട്രെയിൻ കണക്റ്റഡാണ്. അതെല്ലാം പോയി കാണുക, കണ്ടിട്ട് വരിക. തീർച്ചയായിട്ടും രാജസ്ഥാൻ എന്നത് നമ്മൾ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ മഞ്ഞുണ്ട്, മരുഭൂമിയുണ്ട്, പച്ചപ്പുണ്ട്, തടാകങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ കാഴ്ചകളും, അത് ലോകത്തിൻ്റെ തന്നെ ഒരു മിനിയേച്ചറാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാഴ്ചകൾ രാജസ്ഥാനിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പോവുക, അതൊക്കെ ഒന്ന് ആസ്വദിക്കുക. കഴിയുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ
തണുപ്പ് സമയത്ത് തന്നെ പോകുക, അതായിരിക്കും നല്ലത്. കാരണം രാജസ്ഥാനിലെ ചൂട് നമുക്ക് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മരുഭൂമിയിലൊക്കെ ഗൾഫിലൊക്കെ പോയ ആൾക്കാർക്ക് പറ്റുമായിരിക്കും, അല്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. നമ്മൾ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഓടിയെത്താൻ നമ്മൾ ക്ഷീണിച്ചു പോകും. തണുപ്പാകുമ്പോൾ നമ്മളെ അത്രയും ബാധിക്കില്ല. രാവിലെ വൈകിട്ട് തണുപ്പുണ്ട് എന്ന സത്യം, അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാൻ ഈ തണുപ്പ് നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ രാജസ്ഥാൻ യാത്രയിൽ. ഞങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് പോകേണ്ടി വന്നു. ചില പൈസയുടെ കുറവുണ്ടായിരുന്നു, പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു, ഭാഷയുടെ പ്രശ്നമുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളിതെല്ലാം പോയി കണ്ടിട്ട് വന്നു. നിങ്ങൾക്കും ഇതെല്ലാം സാധിക്കും, അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പോകാൻ എല്ലാവർക്കും കഴിയട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇതിൽ മെസ്സേജ് വിടുക. നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് അത് അറിവുള്ളവരല്ല, ഇതിനെപ്പറ്റി ഞങ്ങളുടെ അനുഭവം വെച്ച് മാത്രമാണ് പറയുന്നത്. ഇതിനേക്കാൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട്, അവർക്ക് അനുഭവങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിഞ്ഞിട്ട് വേണമെങ്കിൽ പോകാം. ഞങ്ങൾക്കുള്ള അനുഭവം പങ്കുവെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് രാജസ്ഥാനിലെ വീഡിയോസുകളായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ആ മരുഭൂമിയൊക്കെ വിട്ടിട്ട് കുറച്ച് പച്ചപ്പ് വീഡിയോസൊക്കെ എടുക്കണം, അപ്പോൾ നാട്ടിലെ കാഴ്ചകളൊക്കെ പകർത്തണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.